ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊന്നീസ് ഗാർഡനിലോട് സ്വാഗതം. നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റും നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്നതുമായിട്ടുള്ള അടിപൊളി ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഇടുന്നത് ആഫ്രിക്കൻ വയലറ്റ്. ഇതൊരു 6 കളറാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് 360 രൂപയാണ്. നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. പക്ഷേ നമ്മൾ ഔട്ട്ഡോറിൽ വരച്ച് വളർത്തുമ്പോൾ നേരിട്ട് സൂര്യപ്രകാശം തട്ടരുത്. ഒരു ഇളം വെയിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെ വെച്ച് വേണം വളർത്താൻ. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരു 2-3 ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മാത്രം മതി. അടുത്ത നമ്മുടെ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചൈനീസ് ബോൾസ് ആണ് കേട്ടോ. ഇത് നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന പ്ലാന്റാണ്. നമ്മൾ ഈ വീഡിയോയിൽ ഇടുന്നത് ഫുള്ളും പെട്ടെന്ന് പൂക്കൾ വിരിയുന്ന പ്ലാന്റുകളാണ് കേട്ടോ. ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. നമുക്ക് ഔട്ട്ഡോറിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. ഇത് പോട്ടിലും വേണേൽ വയ്ക്കാം. നമുക്ക് നേരിട്ട് മണ്ണിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. ഇതിനും അതേപോലെ അത്യാവശ്യം വെള്ളത്തിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഇത് നമ്മൾ 10 കളറാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 10 കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് 280 രൂപയാണ്. ഇത് നമുക്ക് ചെടി വളർത്താൻ അറിയാത്തവർക്ക് വരെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. ഇതിന് നമുക്ക് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിരാവിലെ വെള്ളം ഒഴിച്ചു കൊടുക്കാനാണ് ഏറ്റവും ഉത്തമം. പിന്നെയെന്ന് പറഞ്ഞാൽ മാസത്തിൽ 1-2 വട്ടമൊക്കെയുള്ള വളം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. NPK വളം ആണ് ഏറ്റവും ഇതിന് ഉത്തമം. പിന്നെ ഇതിന് അത്യാവശ്യം ചുവടൊക്കെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം വളം ഇട്ട് കൊടുക്കാൻ. നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ വീഡിയോ കാണിച്ചിട്ടുള്ളത്. അടുത്ത കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ് കേട്ടോ. ഹൈഡ്രാഞ്ചിയ അധികം ഉയരം വെക്കാതെ ഇതേപോലെ അധികം ഉയരം വെക്കാതെ നിറയെ പൂക്കൾ വിരിയുന്ന പ്ലാന്റാണ് നമ്മുടെ ഹൈഡ്രാഞ്ചിയ. ഹൈഡ്രാഞ്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മറ്റുള്ള ചെടികളുടെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ പെട്ടെന്ന് കൊഴിയില്ല. ഇത് നമുക്ക് ദിവസങ്ങളോ ആഴ്ചകളോളം അതേപോലെ നിലനിൽക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് നിലത്തും വെക്കാം, അതുപോലെ പോട്ടിലും വെച്ച് വളർത്തിയെടുക്കാം. 5 കളറാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5 കളറിന് നമ്മൾ കൊടുക്കുന്നത് 280 രൂപയാണ്. നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ വീഡിയോ കാണിക്കുന്നത്. അടുത്ത നമ്മുടെ പ്ലാന്റാണ് ഫിറ്റോണിയ പ്ലാന്റ് കേട്ടോ. ഇത് നമ്മുടെ ഒരു ഫ്ലവറിങ് പ്ലാന്റ് അല്ല, ഇത് നമ്മുടെ ഒരു ഇലച്ചെടിയാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നമ്മളൊരു 10 കളറാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അടിപൊളി ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ ഫിറ്റോണിയ പ്ലാന്റ്. ഇതിൻ്റെ ലീഫുകൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഭംഗി. ഓരോ ഡിസൈനാണ് ഇതിൻ്റെ ഓരോ ഇലകൾക്കും നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനും കളറുകൾക്കും ആണ് കേട്ടോ. ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും. നമ്മൾ ഇൻഡോറിൽ വെക്കുമ്പോൾ നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വേണം ഇത് വെക്കാൻ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിനും അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരു 2 ദിവസം കൂടുമ്പോൾ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ ഒരു പോട്ട് മിക്സ് എന്ന് പറഞ്ഞത് ചകിരിച്ചോറും മണലും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നടാൻ. ഇത് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് 380 രൂപയാണ് 10 കളറിന്.